Hey Siri, play YouTube music. Hey guys, good morning. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി കോഫി ഉണ്ടാക്കിയാലോ. പക്ഷെ കോഫി ഉണ്ടാക്കാൻ പാലുണ്ടോ എന്ന് അറിയത്തില്ല. പാലുണ്ടോ എന്ന് നോക്കട്ടെ. കാരണം ഞാൻ ഇപ്പോൾ വീട്ടിൽ സിക്കാണ്. നമുക്ക് ഒരാൾക്ക് കുടിക്കാനുള്ള കോഫിക്കുള്ള പാലുണ്ട്, അത് മതി ധാരാളം. അപ്പോൾ സിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഫുള്ള് ഛർദിയായിരുന്നു. ഛർദി എന്ന് പറഞ്ഞാൽ എന്താണോ കഴിക്കണേ എല്ലാം അങ്ങ് വെളിയിലേക്ക് പോവുക. അപ്പം അറിയാലോ, ബോഡി വീക്കാവും. 1-2 പ്രാവശ്യം ഛർദിക്കുകയാണെങ്കിൽ പോട്ടെ, ഇത് കംപ്ലീറ്റ് ഛർദി, ഒന്നും കഴിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് സിക്ക് ചെയ്ത് തന്നു. പുള്ളിക്കാർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഇനി ജോലിയിൽ നിന്ന് റൗസ്. ഓക്കെ എന്നാ ഞാനും അങ്ങനെ ഇപ്പോൾ സിക്കിലാണ് നിലവിൽ. അപ്പോൾ കുറേ പണികളുണ്ട് ചെയ്തു തീർക്കാൻ. 2 ദിവസം എനിക്ക് വയ്യായിരുന്നു. ഇന്നലെ വരെ ഞാൻ വീക്കായിരുന്നു. എന്നാലും ചൊവ്വയും ബുധനും ഇന്ന് വ്യാഴാഴ്ചയായി കുറച്ച് നോക്കി ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഇനി കുറച്ച് പണികൾ ചെയ്യാം. ഇന്ന് നാളെയും പിന്നെ ശനി ഞായറും എനിക്ക് അല്ലെങ്കിലും അവധിയാണ്. അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്ത് നമുക്കിരിക്കാം. അപ്പോൾ രാവിലെ ഒരു കോഫി കുടിച്ച് എനിക്ക് എൻ്റെ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കുറച്ചൊരു പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ മറ്റേ 5 മണിക്കൊന്ന് മറ്റേ രാവിലെ കുളിച്ച് അമ്മാരിയുടെ സെറ്റപ്പ് അല്ല, എങ്കിലും രാവിലെ ഞാൻ 6 മണി അങ്ങനെ ഞാൻ കോഫി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് തിളയ്ക്കണമെങ്കിൽ നമുക്ക് അറിയാമല്ലോ കുറച്ച് ടൈം എടുക്കും. ആ ടൈം കൊണ്ട് നമുക്ക് എൻ്റെ റൂം ഒന്ന് വേഗം ബെഡ്ഷീറ്റെല്ലാം ഒന്ന് കുറഞ്ഞു വരിക്കാം. കാരണം രാവിലെ എനിക്ക് വേഗം ടോയ്ലറ്റിലേക്ക് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇതെന്താ സാധനം എന്നറിയാം. ഞാൻ ന്യൂ ആയിട്ട് ഇന്നലെ ഓർഡർ ചെയ്ത് വന്നതാണ്. മറ്റേ ഹെയറിലിടുന്ന ക്യാപ്പില്ലേ, നമുക്ക് നൈറ്റ് ടൈമൊക്കെ ഉറങ്ങാൻ നേരത്ത് യൂസ് ചെയ്യാനായിട്ട്, മുടി പൊട്ടി പോകണ്ടൊക്കെ ഇരിക്കാൻ. ഇന്നലെ ഇട്ടു ഞാൻ. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റപ്പോൾ എൻ്റെ തലയിലില്ലായിരുന്നു സാധനം. അത് വേറൊരു കാര്യം. എങ്കിലും ഓക്കെയാണ്. അപ്പം ഇന്ന് ഇനി എനിക്ക് വൃത്തിയാക്കാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട. അപ്പം ഫസ്റ്റ് ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വിച്ച് മീൻസ് റൂം ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യണം. അതിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ആദ്യം ഒന്ന് ഒതുക്കി പറക്കിയിടാം. അപ്പം കാണുമ്പോൾ തന്നെ ഒരു മെന വരുമല്ലോ, മനസ്സിലായോ? വീട്ടിലാണെങ്കിൽ സുഖമായിരുന്നു. കാരണം വയ്യെങ്കിൽ ഉമ്മച്ചിയുണ്ട് നോക്കാനായിട്ട്. അല്ലെങ്കിലും പണിയൊന്നും എടുക്കേണ്ട വരില്ല. എന്നാലും പറയില്ല. അപ്പം ബെഡ് ഇപ്പം ഇത്രയും ഒരു ഇതായിട്ട് കിടക്കുവാണ്. ഒരു സമാധാനം. താഴെ കിടക്കുന്ന തുണി അലക്കാനുള്ളതാണ്. അപ്പം ഇനി ഓരോന്നൊന്ന് തുടങ്ങണം. ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാം തന്നെ തീർത്ത് വെക്കണം. പിന്നെ കുറേ പേര് പറഞ്ഞു ഡെയിൻ മേലൊക്കെ ഒത്തിരി ഇട്ടല്ലേ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതെ. പക്ഷെ എന്നാലും ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾ പറയും ലൈക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ഇടാൻ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ഇടുമ്പോഴത്തേക്ക് അത് പകുതി പേര് കാണാറുണ്ടാവില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനായിട്ട് എപ്പിസോഡിൻ്റെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കുറേ കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അതും ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് ഒരു വീഡിയോ. അതിൻ്റെ അകത്ത് കുറച്ച് പേര് കുറച്ച് കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് പറയാനുള്ളൊരു കേസ്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കംപ്ലീറ്റ് കാണാം. നിങ്ങളാരും, എനിക്ക് തോന്നുന്നില്ല നിങ്ങളാരും കംപ്ലീറ്റ് കാണുന്നുണ്ടെന്ന്. കാരണം ഞാൻ പറഞ്ഞുതരാം. ആ എപ്പിസോഡിൻ്റെ വീഡിയോൻ്റെ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് മൊഡ്യൂൾ വൈസ് വെച്ചിട്ട് കയറി വരാൻ പറ്റും. ഞാൻ കൊണ്ടുവന്ന കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ മണി പോലെ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, B2 2 മൊഡ്യൂളുള്ളൂ എനിക്ക് എപ്പിസോഡ് ചെയ്യാൻ പറ്റുമോ, B1 2 മൊഡ്യൂളുള്ളൂ എനിക്ക് എപ്പിസോഡ് ചെയ്യാൻ പറ്റുമോ, A2 കഴിഞ്ഞ് എനിക്ക് കയറി വരാൻ പറ്റും. ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന. അപ്പോൾ നമ്മൾക്കും പിന്നെയും ഇരുന്ന് കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് സമയമില്ല. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഈ സമയമില്ലാത്ത സമയത്താണ് ഞാനാണെങ്കിലും വീഡിയോ എടുത്തിടുന്നത്. എൻ്റെ ഒരു ക്രൈസ് കൊണ്ട് ഞാൻ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പം നിർത്താനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറേ പേരൊക്കെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെയാണെന്നുണ്ടെങ്കിലും അറിയാവുന്നവർ വന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടോ. കാരണം കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. കാരണം സമയം വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നൊരു കാര്യം, ഈ വീഡിയോൻ്റെ അകത്ത് ആണെങ്കിലും ചിലർ കുറേ കമൻസ് ഇട്ടിട്ടുണ്ട്. ആ കമൻസിന് ഇന്ന് ഞാൻ ഒരു റിപ്ലൈ വീഡിയോ കൊടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതായത് എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷൻസ്. പക്ഷെ ആ സെയിം
കാര്യം ഞാൻ ഇതിനു മുന്നേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പച്ച ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ സെയിം ചോദിച്ചിരിക്കുന്ന കമൻസിൻ്റെ സെയിം റിപ്ലൈ തന്നെയാണെന്ന് അന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അന്നാരും കണ്ടു കാണുള്ളായിരിക്കും, എനിക്ക് അറിയത്തില്ല. പിന്നെ ഈ സെയിം ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഒന്നുകൂടെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ ചെയ്തു എന്ന് ഓർത്ത് എനിക്കിഷ്ടമൊന്നുമില്ല. പക്ഷേ എങ്കിലും എല്ലാം തന്നെ ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ FSCOടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ FSCOട് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം എനിക്കും അറിയത്തില്ല പുതിയതായിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എന്തിനി എടുക്കണം. കാരണം എല്ലാം ഞാൻ പറഞ്ഞതാണ്, പറയാത്തതായിട്ടൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മിക്കതും ഞാൻ ഓരോ വീഡിയോയിൽ ഓരോ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഇൻഫോർമേഷൻ കണ്ടൻസ് നിലവിൽ ഞാൻ കുറേയൊക്കെ ലോ ആക്കി കൊണ്ടുവരുന്നത്. കാരണം തുടക്കത്തിൽ കുറേ അങ്ങ് പറഞ്ഞു പോയത്. ഇനി ഇപ്പോഴും സെയിം ഡൗട്ട്സ് വരുമ്പോൾ എനിക്ക് പിന്നെ റിപ്പീറ്റഡ് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പം എനിവേ ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ഫസ്റ്റ് ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് വർക്കിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചൂട് കോഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നെസ്കഫെ കേട്ടോ. ഞാൻ അങ്ങനെ വലിയ കോഫി ആരാധിക്കുന്നതല്ല, വിച്ച് മീൻസ് രാവിലെ ഡെയിലി എനിക്ക് മസ്റ്റായിട്ട് കോഫി കിട്ടണം അങ്ങനത്തെ ഒരു കൊച്ചൊന്നും അല്ല ഞാൻ. പക്ഷേ ബ്രൂ ആയിരുന്നു എനിക്കിഷ്ടം. ബ്രൂ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ തീർന്നിരിക്കുകയാണ്. ജർമ്മനിയിലാണെങ്കിലും ബ്രൂ വാങ്ങാൻ കിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും, ഒടുക്കത്ത് പൈസ കൊടുക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങാറില്ല. നെസ്കഫെയൊക്കെ വാങ്ങുന്ന പൈസ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ അങ്ങനെ ഇന്ത്യൻ സ്റ്റോറിൽ പോകാറില്ല, വല്ലപ്പോഴും ഉള്ളൂ. അപ്പം ഞാൻ ഇത്തവണ നെസ്കഫെ വാങ്ങിച്ചു. നെസ്കഫെ ഞാൻ കുടിക്കും, പക്ഷെ എനിക്ക് ബ്രൂ പോലെ അത്ര താല്പര്യമില്ല. എങ്കിലും നെസ്കഫെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വയ്ക്കാം, ഇതിപ്പോൾ അതിനകത്ത് വെച്ചിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഇച്ചിരി നേരം കോഫിയൊക്കെ കുടിച്ച് പോയി വർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും എന്ത് വർക്കാണ് എനിക്കുള്ളതെന്നുള്ളത്. എന്താണല്ലോ സിക്കെടുത്ത് വീട്ടിലിരിക്കാമല്ലോ, വേറെ ഏത് വർക്കാണ് നോക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ FSCOൻ്റെ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാണ്ട്, കുറച്ച് ഓർഗനൈസേഷനിലേക്ക് മെയിൽ അയക്കാണ്ട് എനിക്ക് കേട്ടോ. പ്ലേസ് ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ കുറേ പിള്ളേർ മെസ്സേജ് അയച്ചിട്ടുണ്ട് വീഡിയോ കണ്ട ശേഷം കുറേ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. അവർക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം. കോൾ ചെയ്യേണ്ടവരെ കോൾ. ഞാൻ എല്ലാവരെയും കോൾ ചെയ്തിട്ട് സംസാരിക്കാറില്ല. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഫേവറേറ്റ് കോൾ ചെയ്യുന്നതാണ്. കാരണം ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന പകുതി കാര്യം പറയാൻ പറ്റില്ല. അവർ ചോദിക്കുന്നതും കൊടുക്കണം, നമുക്കുള്ള റിപ്ലൈയും കൊടുക്കണം. അപ്പോൾ ഈ ഫോൺ വിളിക്കുകയാണെങ്കിൽ എല്ലാം വേഗം കഴിഞ്ഞോളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ വാൾപേപ്പർ? ഞാനിപ്പോൾ എൻ്റെ മാക്ബുക്ക് കസ്റ്റമൈസേഷൻ പീരീഡിലാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചായി വരുന്നുള്ളൂ. അപ്പോൾ നിലവിലത്തെ ഫസ്റ്റ് കസ്റ്റമൈസേഷൻ ആയിരുന്നു എൻ്റെ വാൾപേപ്പർ. പിന്നെ അതുപോലെ നമ്മൾ 2 minutes ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹലോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ചാർജ് ഇറങ്ങി പോകുന്ന പരിപാടിയാണ് എന്നാലും. ഓക്കെ, അപ്പം ഞാൻ വീട്ടിൽ വിളിക്കട്ടെ. ഞാൻ വീട്ടിൽ വിളിച്ചിട്ടില്ല, മറന്നിരിക്കുമായിരുന്നു കേസ്. വീട്ടിൽ വിളിക്കട്ടെ. കാരണം 7 മണിയായി. എന്നെ അവർക്ക് വേണ്ടേ? ഇന്ന് നോക്കൂ, ഇന്ന് വീട്ടിൽ വിളിച്ചിട്ട് നല്ല ബഹളം ഉണ്ടാക്കാനുള്ളതാണ്. ഇനി രാവിലെ വിളിക്കും. ഞാൻ അന്ന് ഛർദ്ദിച്ച അവശതയായി കിടന്നൊരു ദിവസം ഉണ്ടേ. അന്ന് രാവിലെ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഉറക്കം പോയി. കാരണം ഛർദി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഉറങ്ങിയായിരുന്നു, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട്. എന്നിട്ട് വീട്ടിൽ വാപ്പിച്ചി 3 മണിക്ക് എന്നെ ഓൺലൈൻ കണ്ടുകൊണ്ട് 3:45 തന്നെ ഓൺലൈൻ കണ്ടു ആള്. അപ്പം ഞാൻ ഓൺലൈൻ കയറണമെന്ന് നോക്കിയിരിക്കുകയാണല്ലോ. പുള്ളി എന്നിട്ട് വിളിച്ചേക്കും ഓൺ ദ സ്പോട്ടില്ല. ഞാൻ അപ്പം തന്നെ കിടന്നു. ആരെങ്കിലും മെസ്സേജ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്താട്ടോ. അപ്പം ഞാൻ അപ്പം തന്നെ കിടന്നതിനപ്പോഴത്തേക്കും ആള് വിളിക്കുക, ഫോൺ വിളിക്കുക എന്നെ വോയിസ് കോൾ കേട്ടോ വിളിക്കുള്ളൂ, വീഡിയോ കോൾ വിളിക്കില്ല. ഞാൻ ഉറങ്ങുമായിരുന്നു. വിളിച്ചു. അപ്പം ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുഴപ്പമില്ല, എങ്ങനെയുണ്ട് അസുഖം എന്നറിയാൻ വിളിച്ചേട്ടോ. രാവിലെ ഓൺലൈൻ കണ്ടുകൊണ്ട് കുറഞ്ഞോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ, പോണ്ട് വിളിച്ച ആദി നാട്ടിലിരിക്കുന്ന പേരൻസിൻ്റെ ആദി. വീട്ടിലിപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. ഇതിൽ ഇക്കാക്ക ഉണ്ട്. ഇക്കാക്കയുടെ 2 നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിസാമുണ്ട്, വാപ്പിച്ചുണ്ട്, ഞാനുണ്ട്, മുച്ചുണ്ട്. ഇത്രയും പേരേ ഉള്ളൂ. വീട്ടുകാരോട്ടോ, വാപ്പിച്ചിട്ട് വീട്ടുകാർ കൊടുത്തേക്കണം. പിന്നെ എല്ലാവരും ഉള്ളൊരു പഴയ ഫോട്ടോ അല്ല, ഇക്കാക്ക നാട്ടിൽ പോയ ടൈമിൽ. ആരും ഇല്ല കേട്ടോ, ഇതുവരെ ആരും വന്നിട്ടില്ല. ഒന്നുകൂടെ റിങ് അടിക്കട്ടെ. ഉമ്മച്ചി വരുമായിരിക്കും, അപ്പച്ചി വീട്ടിലുണ്ടാവില്ല. നല്ല റിങ് അടിക്കാൻ. നിസാമ സ്കൂളിലായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ഗൈസ് ഫാമിലി ഗ്രൂപ്പ്? ഹായ്, എന്താണ് വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ. ഇതെന്നെ മൂക്കിനതൊക്കെ തിളങ്ങണ്ടല്ലോ. ഡയമണ്ട് അല്ലേ? എവിടെ കെട്ടിയൻ? കെട്ടിയന്റെ കേസ് ഞാൻ പറയായിരുന്നു വീഡിയോയിൽ. ഇപ്പം 3 മണിക്ക് ഞാൻ അന്ന് ഛർദിയായിട്ട് 3 മണിക്ക് രാവിലെ ഏറ്റുമാ.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് 3 മണിക്ക് രാവിലെ ഏറ്റു വരുമ്പോഴത്തേക്കും പുള്ളി എന്നെ ഓൺലൈൻ കണ്ടിട്ട് പുള്ളി എന്നെ വിളിക്കുക. ഫോൺ വിളിക്കുക. 3:30 ആയുള്ളൂ, പുള്ളി ഫോൺ വിളിക്കുക. ഓൺലൈൻ കണ്ടപ്പം എന്തായി എന്നൊന്നും അറിയില്ലല്ലോ, ഫോൺ വിളിക്കണേ കേസ് പറഞ്ഞു. രാത്രി 3 മണിക്ക് എനിക്കാ സൗകര്യക്കേട്, നിനക്ക് എന്തേലും നീ വിളിച്ചോടി അപ്പൊ അല്ലേ വിളിച്ചു കണ്ടിട്ട് പതുക്കെ കള്ളം പറയാൻ പുള്ളി അങ്ങനെ ചിലാന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും, കള്ളം പറഞ്ഞു പോവും. ഇത്രയും സ്നേഹമുള്ളവരപ്പനെ അവിടെ കിട്ടുന്നല്ലേ. തള്ളക്ക് സ്നേഹം ഇളയ മോനോടാ, അതുകൊണ്ടാ എന്നെ വിളിച്ച് അന്വേഷിക്കൂലാത്ത. ഇളയ മോനെങ്ങാനും അല്ലോ ഉമ്മാടെ ശമ്പളമാണോടി എന്ന് ചോദിച്ചു പോവും. അതല്ല ഞാൻ അന്വേഷിച്ചില്ലേലും അന്വേഷിക്കേണ്ടല്ലോ അപ്പച്ചി, അതുകൊണ്ട് ഇപ്പൊ എന്റെ അന്വേഷണം എത്തിയില്ലേലും കുഴപ്പമില്ല. അതായിരിക്കും ചിലപ്പോ പുള്ളി എനിക്ക് പകരമായിട്ടെല്ലാം നോക്കണ്ടേ. ഒന്നും കിട്ടാത്ത പിള്ളേരല്ലോ ചില വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണന്മാരുടെ സ്നേഹം കിട്ടാത്ത പിള്ളേർ. ശരിയാ. നിനക്ക് എന്തിന്റെ കുറവാടി? എനിക്ക് കുറവുകളേ ഉള്ളൂ. എനിക്കൊരു തള്ളയില്ല മര്യാദയ്ക്ക്. അപ്പനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പേരിനൊരപ്പൻ. നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ പോയെ. ചുമ്മാ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഇന്ന് കുഴപ്പമില്ല. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിലും വയറിനൊരു സുഖമില്ലായിരുന്നു. അപ്പൊ ഉറക്കം എണീറ്റ് ലത്തീഫ് എണീറ്റിട്ടുണ്ട്. ലത്തീഫ് എന്താണ് പറയാനുള്ളത്? മലയാളോ? എങ്ങനെയുണ്ട് നാട്ടിലെ മഴ? മഴയൊക്കെ ഭയങ്കര മഴയാ, തണുത്ത് വരച്ച് ഇങ്ങനെ കിടക്കുക. രാവിലെ പോയി ചായ കുടിച്ചിട്ട് വന്നിട്ട് കാലി ചായ. എവിടെ? സെൻട്രലിൽ പോയി? സെൻട്രൽ ഒക്കെ പോയി. പിന്നെ നമ്മുടെ സ്നേഹിതൻ ഒരാളുണ്ട്, അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. അതെവിടെയാണ് സ്നേഹിതൻ? ഹംസ എന്ന് പറയും. ഹംസ കൊല്ലങ്കോട് ഹംസ എന്ന് കണ്ടിട്ടുണ്ട്. പുള്ളി വീഡിയോ കാണാണോ? പുള്ളി വീഡിയോ കാണാണോ? അപ്പൊ നാളത്തെ വീഡിയോയില് വരൂ ഇതിപ്പോ. സോ ഗൈസ്, അപ്പൊ ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നെ തന്നെ ഞാൻ പുഷ് ചെയ്ത് ഞാൻ പോവാണ്. ഇല്ലാണ്ട് നടപടിയാവില്ല. ആദ്യം ഒന്ന് പോയി മൂത്രമൊഴിക്കണം. തല ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഒന്ന് കഴിക്കാനായിട്ടായിരിക്കും ബെഡിൽ നിന്ന് എണീറ്റ് വന്നതേ തല ഇറക്കാണ്. എന്തവസ്ഥയല്ല, വീട്ടിൽ ആരും ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ. എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ആരും ഇല്ല അല്ലേ? എന്നാലോചിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. ഒറ്റയ്ക്കായ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ഇത് ഓടുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നെയല്ലേ, അപ്പം നമ്മുടെ മൈൻഡിൽ കൂടെ കുറേ കാര്യങ്ങൾ ഓടുന്നുണ്ട്. എൻ്റെ റൂമിൻ്റെ താഴെയുള്ള പെണ്ണുണ്ട്, അവൾ രാവിലെ തന്നെ ഗാർഡനിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ ഞാൻ അടുക്കളയിൽ പോകുമ്പോൾ കാണാം. ആൻഡ് ഇപ്പോൾ എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഞാൻ കുറേയൊക്കെ പാത്രങ്ങൾ കഴുകി. ആൻഡ് ഇപ്പോൾ ഞാൻ വന്ന് റെസ്റ്റ് ചെയ്യാണ്. കാരണം കുറച്ച് നമ്മുടെ കുക്കറിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇതാക്കി പിടിച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഇതാക്കാൻ വെച്ചേക്കാം, ഒന്ന് കുതിരാൻ വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് അപ്പോൾ റെസ്റ്റ് ചെയ്യും. കണ്ടിന്യൂസ് പണി എനിക്കും പറ്റില്ല, മടുത്തു. ഇതിപ്പോൾ എനിക്ക് ഒരു വീട്ടമ്മയായൊരു ഫീലാണ് കിട്ടുന്നത് നാട്ടിൽ. കാരണം രാവിലെ അമ്മമാരൊക്കെ എണീറ്റ് എനിക്കിപ്പോൾ ഉച്ചയായൊരു ഫീൽ എനിക്ക് തോന്നുക. കാരണം രാവിലെ 6 മണിക്ക് ഏറ്റതാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണി 9 മണി ആയുള്ളൂ. രാവിലെ ഒരു ചായ കുടിച്ചു, അതുകൊണ്ട് വലിയതായിട്ട് വിശക്കുള്ള എല്ലാവരും വിശക്കുന്നുണ്ട്, ഗ്യാസൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് ഉച്ചയ്ക്കുള്ള ഫുഡ് വയ്ക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. ഇപ്പം ചോറും വെച്ച് തോരനും വെക്കാന്നുള്ളൊരു പരിപാടിയിലിരിക്കുക. അയ്യോ, ജീവിതമൊക്കെ മാറിപ്പോരും. ഓക്കെ, 20 വയസ്സായുള്ളൂ. 20 വയസ്സിനുള്ളിലൊരു വീട്ടമ്മയായ ഫീലായിരിക്കുക. അടിപൊളി. അപ്പോൾ ഇനിയും അത് കഴിഞ്ഞ് പിന്നെ ഇനി തുണി അലക്കാനുള്ളത് ഇടണം. അലക്കിയത് ഉണങ്ങിയത് കൊണ്ട് മടക്കി വെക്കണം. വീടൊന്ന് തൂത്തുവാരി അടിച്ച് വരണം. ഇതൊക്കെയല്ലേ നമ്മുടെ വീട്ടിൽ അമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെയിം പണി ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. എനിക്ക് ആ ഒരു ഫീൽ കിട്ടുകയാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ആ ഒരു ഫീലില്ല, അത് തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം പോവും, ഫുഡും ആവും, വേണം ഉച്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം കഴിയുകയും ചെയ്യും.
നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അത്. പക്ഷെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം. ശരിക്കും നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ എന്ത് പ്രൊഡക്റ്റീവാണ് അല്ലേ? കാരണം രാവിലെ ഒരു ഇന്ന ടൈമിൽ എണീക്കുന്നു, അവരവരുടെ ജോലികൾ ഉച്ചയ്ക്ക് മുന്നേ തീർക്കുന്നു, അടിച്ചു വരുന്നു, കാര്യങ്ങളെല്ലാം കഴിച്ചു വയ്ക്കുമല്ലേ. ഹാറ്റ്സ് ഓഫ്. എനിക്ക് പിന്നെ മടിയുണ്ട് കേട്ടോ കുറച്ചൊക്കെ. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ടു ഡു ലിസ്റ്റിലുള്ള അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അത് ക്രോസ് ചെയ്യാനുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇപ്പോഴത്തേക്ക് ചെയ്യേണ്ട, അതിനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്നിപ്പം നമ്മുടെ പരിപാടി അലക്കാനിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാം കുത്തിക്കയറ്റി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഞാൻ ഓണാക്കും. 40 ഇട്ടാൽ മതി. 1 മണിക്കൂറിൻ്റെ തലയ്ക്ക് കഴിയും. അന്നേരത്തേക്കും കുറച്ച് പണികളോട് അടുക്കളയിൽ ചെയ്ത് തീർക്കുക. അത് കഴിഞ്ഞിട്ട് തുണി മടക്കി വയ്ക്കുക, ബാക്കിയുള്ളത് വിരിച്ചിടുക. കുറച്ചുകൂടി അലക്കാണ്ട് വേസ്റ്റ് തുണികളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അടുക്കളയിലൊക്കെ ആണെങ്കിലും കൈ തുടക്കാൻ യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല ഡ്രസ്സിൻ്റെ കൂടിയിട്ട് അലക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് വെക്കും എപ്പോഴും. അതിപ്പോൾ ലാസ്റ്റ് അലക്കാം. പിന്നെന്തെങ്കിലും വേറെ അലക്കാനുണ്ടെങ്കിൽ അതോടെ അലക്കണം. അങ്ങനെയൊക്കെ. പിന്നെ ഒന്ന് വാക്യൂം ചെയ്യണം. റൂമൊക്കെ കിടക്കുന്ന കോലം കണ്ടില്ലേ. അപ്പോൾ ഒന്ന് വാക്യൂം ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട്. മടുത്തു. 10 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഓഫായി. ഇനി കുറച്ചൊന്ന് ഇവിടെ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുക്കള ഇതുണ്ടോ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം. അപ്പോൾ അതോടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നോക്ക് ഗൈസ്, കറിവേപ്പിലയുടെയൊക്കെ അവസ്ഥ ഉണ്ടോ. എല്ലാം ഒന്നുകൂടെ വൃത്തിയാക്കട്ടെ കേട്ടോ, ഒതുക്കട്ടെ. ഇന്ന് തോരൻ വെക്കാനായിട്ട് ബോണനാണുള്ളത്. ബോണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബീൻസാണിത്. അപ്പോൾ ഇത് ഫ്രോസൺ വാങ്ങിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഏകദേശം സെയിം റേറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ മറ്റത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം വേഗം അഴുക്കായി പോകും. നമ്മൾ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളൂ. ഡേറ്റ് ഉണ്ടാവും കേട്ടോ, എന്നാലും ഞാൻ പറയരുത്. അപ്പം ഇത് കഴിക്കാം. അപ്പം എളുപ്പമുണ്ടല്ലോ. അപ്പം പിന്നെ വേഗത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് 1 മിനിറ്റ് വെച്ചാൽ മതി. 1 മിനിറ്റിനുള്ളിൽ വേഗം കുതിർന്ന് വരും. പിന്നെ അരിഞ്ഞ് മിക്സാക്കി തോരനാക്കി റെഡിയാക്കിയാൽ മതി. അപ്പം ഇത് ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇടേക്കാം. ഏകദേശം ഇങ്ങനെ ഇരിക്കും നമ്മുടെ എന്നാ ബോണൻ. ഇതിനെന്നാ പറയണ ബീൻസ് ഫ്രോസൺ ആയിട്ടിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് വെള്ളത്തിലേക്ക് കുറച്ചങ്ങ് എടുത്തിട്ടാൽ മതി. ഇപ്പം തന്നെ ഇതാവും കേട്ടോ. ഒരു കുറച്ച് നേരം മതി. 1 മിനിറ്റിനുള്ളിൽ അത് കുതിർന്ന് വരും. ഒരു ഇത് കുതിർന്നിട്ടോ, ഏകദേശം കുതിർന്നിട്ടേ ഓർമ്മയുള്ളൂ. വേഗം തന്നെ കുതിർന്നു. അപ്പം ഇനി നമ്മൾ പരിപ്പിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ അരിയാൻ വേണ്ടി പോവാണ്. ഞാൻ കുഞ്ഞുള്ളി ആട്ടോ എടുക്കുന്നത്. ഇവിടുത്തെ കുഞ്ഞുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. സവോള ആയിരിക്കും എടുക്കുന്നത്, എനിക്കറിയത്തില്ല. സവോള നമുക്കിപ്പോൾ കമ്മിയാണ് വീട്ടിൽ, അതുകൊണ്ട് കുഞ്ഞുള്ളിയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ തുളിയൊക്കെ കളഞ്ഞങ്ങ് ചിരണ്ടി എടുക്കട്ടെ കേട്ടോ. പരിപ്പ് കഴുകണം കേട്ടോ. എനിക്കൊരു 2 ടൈംസ് കൂടെ പരിപ്പ് കഴുകണം. ഞാൻ രാവിലെ കഴുകാണ്ടാണ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ എങ്ങനെയാണ് പരിപ്പ് കറി വെക്കേണ്ടതെന്നൊക്കെ. ഞാൻ ചുമ്മാ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പരിപ്പിൻ്റെ ആവശ്യത്തിന് മേളിൽ കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക. ഓക്കെ, വെള്ളം മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ തക്കാളി അരിയണം നമുക്കിനി. ലേശം മഞ്ഞപ്പൊടി, ലേശം ഉപ്പ്, കുക്കറിലിട്ട് അടച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ ഒരു പാത്രമില്ലേ, ഇത് മറ്റേ എന്തിൻ്റെയോ അടപ്പാണ്. മറ്റേ ഈ ചൂട് ഉള്ള ചോറൊക്കെ ഇറക്കി വെക്കില്ലേ, ചോറ് രാത്രി തിളപ്പിച്ചിട്ട് ചൂടായിട്ട് ഇറക്കി വെക്കില്ല, ആ സാധനത്തിൻ്റെ അടപ്പാണ് ഇത്. ഞാൻ എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇവിടെ സാധാരണ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടായിരിക്കും മിക്സ് ചെയ്യുന്നത്. കാരണം വേറെ വലിയ കുടുംബപാത്രമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് മിക്സ് ചെയ്യണം. ബുദ്ധിയാണ് ബുദ്ധി. അപ്പം നമുക്ക് ഇനി തോരനുള്ളത് അറിയാം. കാരണം നമ്മുടെ ബീൻസ് കുറച്ച് നേരമായി ഇതായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ കുഞ്ഞുള്ളി ഫസ്റ്റിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ബീൻസ് തോരൻ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ടേ ആരും ഇങ്ങനെ ഇല്ലാന്ന് പറയരുത് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ബീൻസ് എല്ലാം വരിയായിട്ട് വെച്ചിട്ട് അരിഞ്ഞ് തുടങ്ങാം. നമ്മുടെ ബീൻസ് ഈ ഒരു നീട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കിങ്ങനെ അരിയുന്നത് അനുസരിച്ച് ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കാം. നല്ല വ്യൂവും കണ്ടായിരിക്കും ഞാനിവിടെ നിന്ന് അരിയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുളക് ഇടാൻ പോവുകയാണ്. മുളക്
പിന്നെ ലേശം മഞ്ഞപ്പൊടി, ലേശം മഞ്ഞളാണ് ഇടാവുള്ളൂ, ഒത്തിരി മഞ്ഞളിടരുത്. ഇങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ്, ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഉണക്കിയത് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടും. മതിയായിരിക്കും എന്ന് തോന്നുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും മഞ്ഞളും അതുപോലെ ആ ഉള്ളിയൊക്കെ നമ്മൾ ഇട്ടിട്ടില്ലേ, ഇതെല്ലായിടത്തും എത്താൻ പാകത്തിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻ കേസ് തേങ്ങ കുറവാണോ ഇല്ലയോ എന്നുള്ളൊരു കേസ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഐ തിങ്ക് ഇച്ചിരി കൂടെ തേങ്ങ വേണം, കാരണം തേങ്ങ ഇച്ചിരി കുറവാണ്. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഉപ്പിട്ടാൽ മതിയേ. ലാസ്റ്റാണ് ഞാൻ ഉപ്പിടാറുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. മിക്സ് ചെയ്ത ശേഷം ഇങ്ങനെ ഇരിക്കും ഏകദേശം. ഇനി ഇത് നമ്മൾ ചട്ടി ചൂടാക്കി ഫസ്റ്റ് കടുക് പൊട്ടിച്ച ശേഷം ഇതിടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കും. തട്ടിപ്പൊത്തി വെക്കും എന്നെൻ്റെ വീട്ടിൽ പറയും. തട്ടിപ്പൊത്തി വെക്കും. എങ്ങനെ നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ തട്ടിപ്പൊത്തി വെക്കാമെന്നാണ് പറയുന്നത്. തട്ടിപ്പൊത്തി വെക്കും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. പിന്നെയും തട്ടിപ്പൊത്തി വെക്കും. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ വേഗം എന്തോളൂ കേട്ടോ. ഞാൻ അതാക്കട്ടെ. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ്, തോരൻ, പരിപ്പ് കറി, അതുപോലെ തന്നെ ഇന്നെനിക്ക് വേറെ എക്സ്ട്രാ ആയിട്ടുള്ളത് ഇരുമ്പുള്ളിയുടെ അച്ചാറാണ്. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചോറും പരിപ്പ് കറിയും. ഇത് ഇരുമ്പുള്ളി അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ഗൈസ്, ഇപ്പം ഏകദേശം 12 മണിയായി. വെള്ളം കുടിച്ചാണ്ടോ, വെള്ളം മൊത്തം എത്തിയാടി. ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഇപ്പോൾ പണ്ടത്തെ ശ്രീനിവാസിൻ്റെ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേട്ടോ പടമൊക്കെ കാണുള്ളൂ. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ അങ്ങനെ കുത്തിയിരുന്ന് പഴയ പടങ്ങളൊന്നും കാണില്ല. ഇവിടെ ഇരിക്കുമ്പം നല്ല രസമാണ്. പിന്നെ ചെറിയൊരു കുട്ടി കിടത്തങ്ങ് കിടക്കാൻ പോവാണ്. പയ്യെ ചിലപ്പോൾ മയങ്ങും, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് കിടക്കും. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ബൈ. Don't play with it, don't be dishonest. Still not